പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് സെൻറ് തോമസ് ദിനമാണ്. വിശുദ്ധ തോമസ് ലീഹയുടെ ദിനം. തോമസ് ലീഹയുടെ പേര് വഹിക്കുന്ന, അല്ലെങ്കിൽ തോമസിൻ്റെ പേര് വഹിക്കുന്ന എല്ലാ തോമസുമാർക്കും ദിദിമോസ് പ്രാർത്ഥനാ ആശംസകൾ, നന്മകൾ. നമ്മൾ നമ്മുടെ ജീവിതം എങ്ങോട്ട് നയിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് പോകാൻ ഒക്കുകയുള്ളൂ എന്നത് തോമസിൻ്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാം. തോമസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ. വാക്ക് ഞാനൊന്ന് വായിക്കാം. യോഹന്നാൻ 20. യോഹന്നാൻ അല്ലാതെ വേറെ ആരും എഴുതിയിട്ടില്ല. സമാന്തര സുവിശേഷന്മാർ തോമസിൻ്റെ സംശയത്തെക്കുറിച്ച് എഴുതിയിട്ടില്ല. യോഹന്നാൻ കഴുകൻ്റെ കണ്ണുള്ളതാണ്. പക്ഷേ യോഹന്നാൻ്റെ വിശദീകരണം ഇത് വളരെ ലളിതമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് കർത്താവ് ഞങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞു. തോമസ് ഇവിടെ പോയി എന്നുള്ളത് നമുക്കൊരു ചോദ്യമാണ്. ശിഷ്യന്മാർ ഞങ്ങൾ യേശുവിനെ കണ്ടു, കർത്താവ് എഴുന്നേറ്റെന്ന് പറഞ്ഞു. അപ്പോൾ തോമസ് പറഞ്ഞൊരു വാക്കുണ്ട്, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ കാണുകയും, ആണികളുടെ കിരുത്ത പഴുത്, താക്കോൽ പഴുത് നിറത്തില്ലേ, ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ഇവിടെ 3 കാര്യങ്ങളാണ്. ഒന്ന്, അവൻ്റെ കൈ, അവൻ്റെ പഴുതുകൾ, 3 പഴുതുകളാണ്. 2 കൈകളിൽ, 1 കാല്. ആ കാലിലെ 3 ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച് ഞാൻ ദുർത്തത്തെയോടുള്ള ബന്ധത്തെ സൂചിപ്പിച്ച് അങ്ങനെ പറഞ്ഞത്. ഞാൻ ഈ 3 തൊടാതെ വിശ്വസിക്കില്ല. തൃത്വാത്മക സമ്മതമായിട്ട് അത് എക്സജേസിസോ ഐസജേസിസോ ഒക്കെ ആയിട്ട് അത് വയ്ക്കട്ടെ. എന്നാൽ 3 ആണിയിലാണ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. മുറിവ് 4 അല്ലേ? അല്ല, മുറിവ് 5. ഈ 5 മുറിവിൽ എനിക്ക് തുടരണമെന്നാണ് തോമസ് പറഞ്ഞത്. കൈകളിലെ പരുത് എനിക്ക് കാണണം, കൈ 2 പരുത് കാണണം, കാൽ 2 2 പരുതുണ്ട്, വിലാവിലൊരു കിഴുത്തുണ്ട്, കുന്തം കൊണ്ട് കുത്തിയ കിഴുത്ത്, എനിക്ക് അവിടെ കൈ വെക്കണം. നെഞ്ചിൻ്റെ ചൂട് എനിക്കറിയണം, കാലിൻ്റെ താളം എനിക്ക് എന്തെന്ന് മനസ്സിലാക്കണം. കാലിനാണ് ഏറ്റവും തണുപ്പടിക്കുന്നത് ആദ്യം. പിന്നെ കൈകൊണ്ട് അവൻ ഒരുപാട് പേർക്ക് അപ്പം കൊടുത്തിട്ടുണ്ട്, കൈകൊണ്ട് ഒരുപാട് പേരെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കൈയും എനിക്കൊന്ന് കാണണം. ഇതൊന്ന് കാണാതെ ഞാൻ വിശ്വസിക്കില്ല. യേശുക്രിസ്തു തിരിച്ച് ഉത്തരം കൊടുക്കുന്നുണ്ട്. തോമസ്, ഒരു വിളിയുണ്ട്, നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക. ആ വിളിക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എവരി പ്രീസ്റ്റ് ഹു ആർ ലിസണിങ് മീ, എവരി സിസ്റ്റേഴ്സ് ഹു ആർ ലിസണിങ് മീ, എവരി ലൈറ്റി ഹു ആർ ലിസണിങ് മീ, പ്ലീസ് കോൾ യുവർ ലൈറ്റി ഇൻ ദ നെയിം, ബൈ ദ നെയിം. ഒറ്റ വിളി. തോമസ്, ആ വിളിയാണ്, ഭയങ്കര വിളിയാണ് കേട്ടോ. തോമസ്, നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരും. നീ വരണമെന്ന് പറഞ്ഞില്ല, നിനക്ക് വിരലല്ലേ കൊണ്ടുവരിക, നിൻ്റെ വിരൽ കൊണ്ടുവരിക. എൻ്റെ കൈകൾ കാണുക. വിരൽ കൊണ്ടുവരിക, കൈകൾ കാണുക, രണ്ടാണ്. കൊണ്ടുവരിക, കാണുക. നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. എൻ്റെ ചങ്കിൽ നിൻ്റെ കൈ എന്ന് വെക്കുക, എൻ്റെ പാർശ്വത്തിൽ വെക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. വാക്ക് ഭയങ്കര അർത്ഥമുള്ളതാണ്. വൈദിക വൃത്തി വിട്ടുപോയതിൽ വിഷമമുണ്ട് ഞാനീ പറയണം. അതുകൊണ്ട് ഞാനത് കൃത്യമായിട്ട് അതിൻ്റെ വേറൊരു വിശദീകരണം പറഞ്ഞേനെ. ആവട്ടെ, അത് സാരല്ല, നിങ്ങളെനിക്ക് പ്രാർത്ഥിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശുവിനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മളൊക്കെ നമ്മൾ കണ്ടു വിശ്വസിക്കുകയോ കാണാതെ വിശ്വസിക്കുകയോ? കണ്ടു വിശ്വസിച്ചവരൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കണ്ടു വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ട് വിശ്വസിച്ചിട്ട് ഉറച്ചു നിൽക്കാത്തവൻ കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവരാണ്. അതിൻ്റെ പ്രതിഫലം സ്വർഗത്തിൽ ചെന്ന് വാങ്ങിച്ചോളാം, അതോടെ നിൽക്കട്ടെ. അതായത് നരകത്തിൽ ചെന്ന് വാങ്ങിച്ചോളാം, അതോടെ നിൽക്കട്ടെ. എല്ലാവരും ചിന്തിച്ചോളൂ. എവറി ആക്ഷൻ ആസ് ഇറ്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് വരുമെന്ന് വിചാരിച്ച് ഇപ്പോഴേ നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ തിരിച്ച് തോമസിലേക്ക് വരുന്നു. പ്രിയപ്പെട്ടവരെ, തോമസ് ലീഹ നമ്മുടെ മനസ്സിലുണ്ട്. പത്രോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ കടലിൻ്റെ മീതെ വരട്ടെ, വന്നു. പക്ഷേ ശകലമൊന്ന് ഭയപ്പെട്ടവർ താഴോട്ട് പോയി. ഇതെല്ലാ മനുഷ്യരിലുണ്ട്. നിങ്ങൾ ഭയപ്പെടാതെ ഇറങ്ങി ഓടാൻ താല്പര്യപ്പെട്ടോളൂ. നിങ്ങളുടെ മുമ്പിൽ ഒരുവനുണ്ട്, ലക്ഷ്യം മുമ്പിലുണ്ട്, മാർഗവും അവൻ ക്രമീകരിച്ചിരിക്കും. പക്ഷേ അചഞ്ചലമായ വിശ്വാസമാണ്. പക്ഷെ ആ ഒരു ശകലം പോലും ഇതിനകത്ത് വിശ്വാസരാഹിത്യം വരാൻ പാടില്ല. ഉറച്ച വിശ്വാസം നിങ്ങളെ മുന്നോട്ട് നയിക്കും. ഉറച്ച വിശ്വാസം ഒരു ആത്മബോധമാണ്.
ഉറച്ച വിശ്വാസം മുമ്പിലുള്ള ദർശനമാണ്. ഉറച്ച വിശ്വാസം നിങ്ങളിൽ ദൈവം നൽകിയിരിക്കുന്ന ശക്തിയാണ്. ഉറച്ച വിശ്വാസം നീ തന്നെ ഉരുവാക്കി ചങ്കിൽ കൈവച്ച് നോക്കി വിരലെന്തെന്ന് കണ്ടിട്ട്, അല്ലെങ്കിൽ കൈ എന്തെന്ന് കണ്ടിട്ട്, കാലെന്തെന്ന് കണ്ടിട്ട് അവിടെ യേശു ക്രിസ്തുവിൻ്റെ മുറിവിൻ്റെ പഴുതടച്ചവനാണ് തോമസ്. പഴുതടയ്ക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? യേശു ക്രിസ്തുവിൻ്റെ പഴുതടയ്ക്കുക, മുറിവടക്കിച്ചവൻ, യേശു ക്രിസ്തുവിൻ്റെ മുറിവടച്ചവൻ. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നീട്ടുന്നില്ല. തോമസ് ലീഗയുടെ നന്മകൾ ഈ ലോകത്തിൽ ഒരുപാടുണ്ടാവട്ടെ. തോമസ് ലീഗയുടെ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചൊരു പുസ്തകമുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. രാജീവൻ കുളമട, ഇവിടെ ഇരിപ്പുണ്ട് എൻ്റെ ബുക്ക്. അത്തിപ്പാതിരി എന്നൊരു ബുക്കാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ, നോവല, നല്ല നോവല, വായിക്കാൻ സാധ്യതയുണ്ട്, ആരെങ്കിലും വായിച്ചില്ല. അദ്ദേഹത്തിൻ്റെ നോവലിൽ അദ്ദേഹം പറഞ്ഞത് തോമസ് ലീഗ അടക്കിയത് മൈലാപ്പൂരിലാണെന്നല്ലേ. തമിഴ്നാടാണ് നമ്മൾ വിശ്വസിക്കുന്നതല്ലേ, പക്ഷേ ഇദ്ദേഹം പറയുന്നത് മൈലാപ്പൂർ, നമ്മുടെ മൈലാപ്പൂരിൽ അടക്കിയേക്കുന്നതാണ്. അതിന് ലാറ്റിൻ അച്ഛന്മാരൊക്കെ എൻ്റെ സ്റ്റുഡൻസായിട്ട് ഒത്തിരി പേരുണ്ട്. ജോസഫാസിൻ അച്ഛനോ അൽഫോൺസ് അച്ഛനോ ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒത്തിരി അച്ഛന്മാരുടെ എല്ലാം പേര് മറന്നുപോയി. അപ്പം ഈ അച്ഛന്മാരോ സിസ്റ്റർമാരോ കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ബെൻസിഗർ പള്ളി നിൽക്കുന്നത് മുതൽ ഇരവിപുരം വരെയുള്ള കടൽ തീരം ലാറ്റിൻ സഭയുടെ കയ്യിലാണ് മിക്കവാറും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊട്ടിയത്ത് വരുമ്പോൾ ഹോളി ക്രോസ് വരെയുള്ള സ്ഥലവും ലാറ്റിൻ സഭയുടെ കയ്യിലാണ്. അപ്പോൾ ലാറ്റിൻ സഭയുടെ ഒരു അഭേദ്യമായ ബന്ധം മലങ്കര സഭയ്ക്കുണ്ട്. അത് പുനരൈക്യത്തിലാണ്. ബെൻസിഗർ പിതാവിൻ്റെ മുമ്പിൽ വന്നിട്ട് അത് വേറൊരു സമയത്ത് ഞാൻ പറഞ്ഞോളാം. അപ്പോൾ ഇവിടെ അതാണ് പുനരൈക്യത്തിൽ ആദ്യം കത്തോലിക്ക സഭയിലേക്ക്, പണ്ട് കത്തോലിക്ക സഭയിലായിരുന്നു, അതിൽ നിന്ന് മാറി വീണ്ടും കത്തോലിക്ക സഭയുടെ കല്ലിലേക്ക് ചവിട്ടി കയറിയത് ലാറ്റിൻ സഭയിലൂടെയാണ്. അതിലേക്ക് തിരിച്ചു വരാം, അതിലേക്ക് തിരിച്ചു വരുമല്ല, പിന്നെ പറയണം. അതുകൊണ്ട് ഈ മൈലാപ്പൂരിൽ അത്തിപ്പാതിരിക്കകത്ത് രാജീവൻ കുളമട പറയുന്നത്, വന്നാൽ ഞാൻ കാണിച്ചു തരാം. അദ്ദേഹം വളരെ ചലഞ്ചിങ് ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ലാറ്റിൻ സഭയിലെ അച്ഛന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ, കൊല്ലം മൈലാപ്പൂരിലാണ് അദ്ദേഹത്തെ അടക്കിയെന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു. എവിടെയാകട്ടെ, ഇനിയും തോമസ് ലീഗ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന് വാദിക്കുന്ന കുറേ ആളുകളുണ്ട്. നമുക്ക് അവർക്ക് ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ തോമസ് ലീഗ വന്നില്ലായിരുന്നെങ്കിൽ AD 52 ഇവിടെ എങ്ങനെ വിശ്വാസം വന്നെന്നൊരു ചോദ്യമുണ്ട്. അതല്ല, ഇവിടെ കടന്നു വന്ന വ്യവസായത്തിന് വന്ന ക്രിസ്ത്യാനികളാണ് ഇവിടെ സുവിശേഷം കൊണ്ടുതന്നത് എന്ന് പറയുന്നുണ്ട്, എന്നൊക്കെ സംസാരിക്കുന്നവരുണ്ട്. നമുക്കിതിനൊന്നും ഉത്തരം കൊടുക്കേണ്ട സമയമല്ലത്. നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പറയുന്നവർ പറയട്ടെ, അതുവഴിയും സുവിശേഷം വളരും. അത് മറക്കാതിരിക്കുക. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, അതുവഴിയും സുവിശേഷം വളരും. ഒരു ക്യാൻവാസിൽ അതാർക്കൊന്നും വരയ്ക്കാനൊക്കില്ലല്ലോ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വിശ്വാസമാണ് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ആ ക്രൈസ്തവ വിശ്വാസത്തിന് നന്ദി കുറിച്ച് 12 അപ്പസ്തലന്മാരെ, യുദാസിനെ ഉൾപ്പെടെ ഞാൻ പറഞ്ഞു, അദ്ദേഹം സുവിശേഷത്തിൻ്റെ ഭാഗമാണ്. മത്തിയാസിനെ മാത്രമല്ല, മത്തിയാസ് വന്നതാണല്ലോ, അകാലജാതൻ പൗലോസ് വന്നതാണല്ലോ. അപ്പോൾ ഇവരൊക്കെയും നമ്മുടെ സുവിശേഷത്തിന് വളരെ ശക്തി കൊടുത്തുവെങ്കിൽ ഓർക്കുക, മാറിയോഹാനസ് പിതാവിൻ്റെ ദിനം അടുത്തു വരികയാണ്. അപ്പോൾ ഈ മാറിയോഹാനസ് പിതാവിൽ കൂടുതൽ ശക്തി, നമ്മൾ മാറിയോഹാനസ് പിതാവിൽ നിന്ന് കൂടുതൽ ശക്തി പ്രാപിക്കാനും കൂടുതൽ ശക്തി ഉണ്ടാവാനും നമുക്കൊക്കെ സാധിക്കട്ടെ. വിശുദ്ധ തോമസ് ലീഗയുടെ മധ്യസ്ഥം അവർക്ക് ലഭ്യമാകട്ടെ. തോമസ് എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ കാലം അല്ല ഇപ്പോഴും മാറിയോഹാനസ് കോളേജിലുള്ള തോമസ് പുത്തമ്പറമ്പിൽ അച്ഛന് പ്രത്യേകമായ ആശംസകൾ നേർന്നു. ജോൺസൺ കരൂർ. താങ്ക് യു.